ഇന്ത്യൻ നയതന്ത്രങ്ങളുടെ ആശാൻ ജയശങ്കറിന്റെ വിശ്വസ്തൻ. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ കാലാവധി നീട്ടി കേന്ദ്രം. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ കാലാവധി 1 വർഷം കൂടി കൂട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 2027 വരെയാണ് കാലാവധി നീട്ടിയത്. എസ് ജയശങ്കറിന് ശേഷം കാലാവധി നീട്ടി നൽകുന്ന രണ്ടാമത്തെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. 2017 എസ് ജയശങ്കറിന് 1 വർഷത്തേക്ക് കാലാവധി നീട്ടി നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള നിർണായക ഘട്ടങ്ങളിൽ പങ്കാളിത്ത രാജ്യങ്ങളുമായുള്ള നയതന്ത്രം ശക്തമാക്കാൻ നേതൃത്വം നൽകിയത് വിക്രം മിശ്രിയാണ്. യുഎസിലെ രണ്ടാം ഡൊണാൾഡ് ട്രംപ് സർക്കാരുമായുള്ള മികച്ച ബന്ധം, യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചകൾ തുടങ്ങി ഇന്ത്യയ്ക്കായി ഒട്ടേറെ സുപ്രധാന നയതന്ത്ര നീക്കങ്ങൾക്ക് വിക്രം മിശ്രി നേതൃത്വം നൽകിയിരുന്നു. 2020 ഗാൽവാൻ സംഘർഷത്തിനു ശേഷം വഷളായ ഇന്ത്യ ചൈന ബന്ധത്തെ നയതന്ത്ര ഇടപെടലിലൂടെ മയപ്പെടുത്താനും നിയന്ത്രണ രേഖയിലെ അതിർത്തി തർക്കത്തിൽ 2024 ചൈനയുമായി ധാരണയിലെത്താനും മിശ്രിക്ക് കഴിഞ്ഞു. ധാരണ പ്രകാരം യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്നും ഇരു രാജ്യങ്ങളും സൈന്യത്തെ പിൻവലിക്കാനും പട്രോളിംഗ് നടത്താനും തീരുമാനമായിരുന്നു. നേരത്തെ ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായി പ്രവർത്തിച്ചതിലെ പരിചയവും ഇക്കാര്യത്തിൽ മിശ്രിക്ക് മുതൽക്കൂട്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ധൂർ കാലത്ത് ഇന്ത്യയുടെ നയതന്ത്ര വക്താവായി രാജ്യാന്തര തലത്തിൽ നിറഞ്ഞു നിന്നത് മിശ്രിയായിരുന്നു. പാകിസ്ഥാനുമായുള്ള യുദ്ധസമാന സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളോട് ഇന്ത്യയുടെ മുഖമായി രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാട് വിശദീകരിച്ചിരുന്നതും മിശ്രിയാണ്. സംഘർഷം അവസാനിപ്പിക്കാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടേഴ്സ് ജനറൽ തലത്തിലുള്ള ചർച്ചയിൽ തീരുമാനമായ വിവരം പ്രഖ്യാപിച്ചതും ഇദ്ദേഹം തന്നെ. ഇറാനെതിരെ യുഎസും ഇറാനും നടത്തിയ ആക്രമണത്തിലും തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉരുത്തിരിഞ്ഞ യുദ്ധ സാഹചര്യത്തിലും ദേശീയ താൽപര്യങ്ങൾക്ക് കോട്ടമുണ്ടാകാതെ സുരക്ഷിതമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകാൻ ഇന്ത്യയെ സജ്ജമാക്കിയതും മിശ്രിയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലാണ്. ഇതോടെ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് സൗഹൃദ സമീപനം തുടരുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായി അംഗീകരിക്കാതെ തന്നെ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ മികച്ച ബന്ധം ഉറപ്പുവരുത്താൻ മിശ്രിയുടെ ഇടപെടൽ കാരണമായി. 2025 ജനുവരിയിൽ അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായി ദുബായിൽ വെച്ച് മിശ്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അഫ്ഗാനിൽ 2021 താലിബാൻ ഭരണത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ നടന്ന ആദ്യ ഉന്നതതല ചർച്ചയായിരുന്നു അത്. യുഎസുമായുള്ള വ്യാപാര ചർച്ചകൾക്കും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിനും മിശ്രി തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഇതിന്റെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായാണ് മിശ്രിയുടെ കാലാവധി നീട്ടി നൽകാനുള്ള തീരുമാനം. ലെബനനിലും ഗാസയിലും ഇസ്രായേൽ തുടരുന്ന ആക്രമണം യുഎസ് ഇറാൻ സമാധാന കരാറിൽ ഭീഷണിയായി തുടരുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് കോട്ടം തട്ടാതെ നടപടികളുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിൽ മിശ്രിയുടെ സാന്നിധ്യം നിർണായകമാകും. ഇവ കൂടാതെ ശ്രീലങ്ക, ബംഗ്ലാദേശ്, മാൽദ്വീപ്, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായും നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ തന്ത്രപരമായി പരിഹരിക്കുക എന്ന ദൗത്യത്തിന്റെ തുടർച്ചയും മിശ്രിയുടെ ചുമലിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.